പോപ്പട്ടെ പിടിച്ചോ. ബണി ഇന്നത്തെ ചൂടുള്ള വാർത്ത. കോമിക് ബുക്കിലെ ആനയുടെ ഉറുമ്പിന്റെയും കഥ വായിച്ച് കാട്ടിലെ ആനകളെല്ലാം സമരത്തിനിറങ്ങി. പുഴയിലിറങ്ങിയ പശുവിനെ മുതല കടിച്ചു. ഡാൻസ് ഷോയിൽ ഡാൻസ് ടീം ലിറ്റിൽ ഡാൻസേഴ്സ് ഫാസ്റ്റ് ഡാൻസ് ചെയ്ത് തീ വിടർത്തി. ആ ലിറ്റിൽ ഡാൻസേഴ്സിന്റെ തീ വന്ന് ഇവിടം വരെ പടർന്നു പിടിച്ചോ. അയ്യോ, എന്താ ഇത്? രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. കിട്ടി വെച്ചിരിക്കുന്ന അലാറം ഭയങ്കര ബോറാണല്ലേ അല്ലേ? അത് അവള് അലാറം വെച്ചിരിക്കുന്ന അല്ല, അലറി കരഞ്ഞ് സഹായം ചോദിക്കുന്നതാ. കിറ്റി ഞങ്ങൾ വന്നു. എനിക്ക് തീ വല്ലാത്ത പേടിയാണ്. അതൊന്ന് കെടുത്തു, വേഗാവട്ടെ. ഹണി, വേഗം പോയി അടുക്കളയിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് വാ. കൊച്ചളിയ വെള്ളമൊക്കെ നമുക്ക് പിന്നെ കുടിക്കാന്നേ. ആദ്യം തീ കെടുത്തുള്ള വല്ല വഴി ആലോചിക്കേ. എടാ കഴുത തീ കെടുത്താൻ തന്നെയാ ഞാൻ വെള്ളം ചോദിച്ചേ. ഞാൻ തന്നെ പോയി എടുക്കാം, അതാണ് നല്ലത്. അടുക്കളയിലെ പൈപ്പിൽ വെള്ളം വരുന്നില്ല. ബാത്റൂമിലും വെള്ളം വരുന്നില്ല. ഞാൻ പുറത്തു പോയി നോക്കിട്ട് വരാം. ചിലപ്പോ ഗാർഡനിൽ വെള്ളം കാണാൻ സാധ്യതയുണ്ട്. അയ്യോ, അയ്യോ, തീ, അയ്യോ. ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. ജോർദാറെ, എന്താ എന്ത് പറ്റി? അവൻ ചെയ്തവൻ നോക്ക്. പോയിട്ട് കൂടുതലാണല്ലേ ഇത്. ഞാൻ തീ കെടുത്തി. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പെട്രോളിന്റെ വില വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. എന്ത് ചെയ്യാ ഹണി? ഞാൻ ടിവിയിൽ ന്യൂസ് കണ്ടോണ്ടിരിക്കുക. ഇന്ന് കാട്ടിൽ തീപിടുത്തം ഉണ്ടായി. അവിടെ 100-ലധികം ഫയർ ഫൈറ്റേഴ്സ് തീ കെടുത്താനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തി. ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. അയ്യോ ഹണി, വേണ്ട. ഇത് ലാസ്റ്റ് സീനാണ്. ഇത് കഴിഞ്ഞാൽ പാക്കപ്പ്. ലൈറ്റ്സ്, ക്യാമറ. ഹണി, ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. ഇവിടെ എന്റെ ഫിലിമിലെ ഹീറോയിൻ നിൽപ്പുണ്ടായിരുന്നല്ലോ മാഡം, അവരെ കണ്ടായിരുന്നോ? സാറിന്റെ ഹീറോയിൻ ഇതാ ഇവിടെ നിപ്പുണ്ട്. ഹണിയെ എവിടെയൊക്കെ അന്വേഷിക്കാ? ഈ കുട്ടികളൊക്കെ ആ ഭാഗത്തേക്കാ ഓടുന്നത്. അപ്പൊ തീർച്ചയായും ഹണി ആ ഭാഗത്തുണ്ടാവും. വേഗം വാ. ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. നിൽക്കുന്നു. പോപ്പട്ടെ, വേഗം പോയി വെള്ളം ബ്ലോക്ക് ചെയ്യ്. ഓക്കേ. നീ എന്തിനാണ് കുട്ടികളുടെ പുറത്ത് വെള്ളം ഒഴിക്കുന്നത് ഹണി? ഞാൻ കുട്ടികളോട് ചോദിച്ചു ഭാവിയിൽ നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹമെന്ന്. ഒരാൾ സിംഗർ ആവണമെന്ന് പറഞ്ഞു, പിന്നെ ഒരാൾ ആക്ടർ ആവണമെന്നും, പിന്നെ സൂപ്പർ ഗിറ്റാറിസ്റ്റും. അതവരുടെ ഉള്ളിൽ തീ പോലെ പടർന്നിരിക്കുക. അതുകൊണ്ട് ഞാനത് വെള്ളം കൊണ്ട് അണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ചേടാ, ഈ സ്കൂട്ടർ എന്താ ഇതുവരെ സ്റ്റാർട്ടാവാത്തത്? അയ്യോ, നിന്നെ ഇന്ന് കൊല്ലും ഞാൻ. നിക്കടാ അവിടെ. ആഹാ, എന്താ സുഗന്ധം. രണ്ട് കമ്പിത്തിരി തരാമോ? ഇത് പിടിച്ചോ. താങ്ക് യു അങ്കിളെ. ചേട്ടാ, കാണുന്നില്ലല്ലോ. ഇന്നവനെ എന്റെ കൈ കിട്ടിയ അവസാനമായിരിക്കും. രക്ഷപ്പെട്ടു. അയ്യോ പടക്കം, ഇത് കാരണം ചിലപ്പോ തീപിടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. താൻ തീ പിടിപ്പിക്കുമല്ലേ?
ദോ അവിടെ ഉണ്ട്. ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. ഹണി വേണ്ട, ആ പടക്കത്തിൽ വെള്ളം ഒഴിക്കരുത്. ഓക്കേ, എന്നാ പിന്നെ ഞാൻ വെള്ളത്തിൽ പടക്കം എടുത്തിട്ടാലോ? ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. താൻ എന്തുവാണോ ഈ ചെയ്യുന്നത്? നിർത്ത്, നിർത്താൻ. കിറ്റി, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്ന കാര്യങ്ങള് നീ വേഗം പോയി ഹണിയോട് പറ. ഹായ് കിറ്റി, നീ കണ്ടോ ഈ ഫയർ ഫൈറ്ററായ ഹണിയെ? എല്ലാ തീയും കെടുത്ത് ഈ ഹീറോ നാടിന് വേണ്ടി സേവനം ചെയ്തോണ്ടിരിക്കുക. ഹണി, തീ കൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഫയർ ഫൈറ്റർ തീ കെടുത്തി ആളുകളെ സഹായിക്കുന്നത്. നിനക്കത് റിയൽ ഹീറോ ആകണമെന്നുണ്ടെങ്കിൽ നീ ഈ വെള്ളം ചെടികൾ കുഴിച്ചാൽ മതി. നീ ആ കരയുന്ന അങ്കിളിനോട് മാപ്പ് ചോദിക്കുക. അപ്പോൾ തന്നെ നീ റിയൽ ഹീറോയി മാറിക്കഴിയും. നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ പോപ്പറ്റിന് ഡെയിലി ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുത്താൽ നീ റിയൽ ഹീറോ ആവും. നീ നിന്റെ കൂട്ടുകാരനായ സോർദാറിന് ഇടയ്ക്കൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു നോക്ക്. അപ്പൊ നീ റിയൽ ഹീറോ ആവും. ബണ്ണിയുടെ പാലിന്റെ പകുതി ഫ്രിഡ്ജിൽ നിന്നും എന്ന് കട്ടു കുടിക്കാതിരിക്കുന്നു അന്ന് നീ റിയൽ ഹീറോയായി മാറും. ജോർദാർ, ഞാൻ ഈ കാര്യം നേരത്തെ തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്നതാണ്. അതേതായാലും കിറ്റി എന്നെ പറഞ്ഞു. ഹലോ കിറ്റി. ഹായ്. ഹലോ കിറ്റി. ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്. മാത്രമല്ല ഹണിയോട് നന്ദി പറയാനാ വന്നത്. അല്ല, അതെന്ത് കാര്യത്തിനാ നീ ഹണിയോട് താങ്ക്സ് പറയുന്നത്? ആദ്യം പറയട്ടെ, എങ്കിലും നിങ്ങക്ക് കാര്യം മനസ്സിലാവൂ. നീ ഇന്നലെ എന്നെ ഡ്രോയിങ് ചെയ്യാൻ പഠിപ്പിച്ചില്ലേ? അത് കാരണം ഇന്ന് എന്റെ ഡ്രോയിങ് എക്സാമിൽ എനിക്ക് 10ന് 10 കിട്ടി. എന്തോന്ന്, ഹണി നിന്നെ ഡ്രോയിങ് പഠിപ്പിച്ചെന്നോ? അതുകൊണ്ട് കിറ്റിക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്നോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതിരിക്കട്ടെ, ഹണി നിന്നെ കൊണ്ട് എങ്ങനെയാ ഇത് സാധിച്ചത്? ഞാൻ മണ്ടൻ തന്നെയാണ്, പക്ഷെ അങ്ങനെ കണ്ടാ തോന്നില്ലെന്നേ ഉള്ളൂ. എന്തൊക്കെയാടാ ഈ പറയുന്നത്? നിന്നെ കണ്ടാൽ ആരായാലും മണ്ടനാണെന്നേ വിചാരിക്കൂ. അതെ, നിന്നെ കണ്ട മണ്ടനാണെന്ന് തോന്നുകയും ചെയ്യും. നീ മണ്ടനാണ് താനും. ആയിക്കോട്ടെ, നമ്മൾ തമ്മിൽ ഇനി ഒരു പ്രശ്നം വേണ്ട. എന്ത് കുന്തെങ്കിലാവട്ടെ, എന്തായാലും ഡ്രോയിങ് പഠിപ്പിച്ച് കൊടുത്തില്ല ഞാൻ. ഓഹോ, മത് തമ്മിലടിച്ചത്. ഹണി, നീ എന്നെ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള പട്ടിക്കുഞ്ഞാണല്ലോ, കാണാൻ നല്ല രസമുണ്ട്. പട്ടിന്ന് വിളിക്കരുത്, ഇവന്റെ പേര് വൈരം എന്നാണ്. ഹണിക്ക് വേണ്ടി ഞാനും ശരണയും കൂടി പോയാ ഇത് വാങ്ങിയത്. വാങ്ങിയ സമയത്ത് തന്നെ ഞങ്ങളിട്ട പേരാ വൈരം. ആഹാ, കൊള്ളാലോ. താങ്ക് യു കിറ്റി. ഈ പാവക്കുട്ടി നീ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതുകൊണ്ട് ഇനി ഇന്ന് മുതലേ ഇത് എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിരിക്കും. ഇത് തീർച്ചയായിട്ടും ഞാൻ സൂക്ഷിച്ചു വെക്കും. ഹായ് ഫ്രണ്ട്സ്. അല്ല സണ്ണി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഐ എം സോറി. ആദ്യം തന്നെ സോറി പറയാൻ മാത്രം ഇവൻ അത്രയ്ക്ക് വലിയ തെറ്റെന്താണാവോ ചെയ്തത്? നീ വിചാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഞാൻ ഇന്നൊരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്താലേ നമുക്ക് നന്മ ഉണ്ടാവുള്ളൂ എന്ന് ആ ബുക്കിൽ എഴുതിയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ അമ്മോ, അത്ഭുതം തന്നെ. പക്ഷെ എല്ലാവർക്കും ഇട്ട് പണി കൊടുക്കുന്ന ഇവന് ഇങ്ങനെ ഒരു നല്ല ബുക്ക് എങ്ങനെ കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെ, ഞാനിപ്പോ നന്നായെന്നാ പറഞ്ഞ. ഞാൻ ഇനി എല്ലാവർക്കും നന്മ മാത്രമേ ചെയ്യുള്ളൂ. അതിന് തുടക്കമായിട്ട് ഞാൻ നിനക്കൊരു നന്മ ചെയ്യാൻ പോണു ഹണി. ഇന്ന് മുതൽ നീ എന്റെ യജമാൻ, ഞാൻ നിന്റെ ഭൂതം. ഭൂതോ? അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ പുറത്തെടുത്തിടണം. അല്ല, സാധനങ്ങളൊക്കെ എന്തിനാ അടുത്ത് പുറത്തിടുന്നേ? അതെന്താന്ന് വെച്ചാലേ ഈ ഭൂതം പിശാചുക്കളൊക്കെ പാഴ്വസ്തുക്കളുള്ള വീട്ടിലെ കാണും. അതുകൊണ്ട് എല്ലാം പുറത്തെടുത്തിടാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ നിനക്ക്? എടാ, ഇവൻ പറയുന്ന ഭൂതമില്ലേ, അത് ജിന്നാണ്. അതെ, ഇന്ന് മുതൽ നീയാണ് എന്റെ ആലംബന. ഞാൻ നിന്റെ അടിമയാണ്. അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് പറയുക. അല്ല, മുകളിലുള്ള സീലിംഗ് ഞാൻ എങ്ങനെയാ വൃത്തിയാക്കുന്നത്? അതെന്താ പോവാൻ പറ്റാത്തെ? നീ ജിന്നാണെന്നല്ലേ പറഞ്ഞേ. നിന്നെ കൊണ്ടപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നീ ശരിക്കും എന്റെ അടിമയാണെന്നുണ്ടെങ്കിലേ വേഗം സീലിംഗ് ഒക്കെ വൃത്തിയാക്കാൻ നോക്ക്. എന്താ? എന്നാ ശരി, ഓക്കെ. ഇവൻ ശരിക്കും നന്നായെന്നാ തോന്നുന്നത്. എന്റെ വീട് വൃത്തികേടായ ഞാൻ റിനോവേറ്റാ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവിടെ തുടക്കേണ്ട അവസ്ഥ വരെ എത്തി. ഞാൻ പോയിട്ട് ആ ഫാൻ ഓൺ ചെയ്തിട്ട് വരാം. അങ്ങനെയാകുമ്പോ സണ്ണി വേഗം താഴെ എത്തും. വേണ്ട ഹണി, വേണ്ട. നീ എന്തുവാടാ ഈ ചെയ്യുന്നേ? മുഴുവൻ വെള്ളവും കളഞ്ഞല്ലോ. മേടം കണ്ടാലേ വഴക്ക് പറയുന്ന ഞങ്ങളെയാ. സണ്ണി, വേഗം വീണ വെള്ളമൊക്കെ വൃത്തിയാക്കാൻ നോക്കേ.
ഇതാ കഴിഞ്ഞു. അത്രയല്ലോ. തീർന്നു. ഹണി എവിടെയായിരിക്കും വൈരം കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഓ, ഇവിടെ എങ്ങും കാണുന്നില്ല. ഇവനിത് എവിടെയാ വച്ചിരിക്കുന്നത്? ചേടാ, ഇവനിത് എവിടെയാ വച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇവിടെ എങ്ങും അത് കാണുന്നുമില്ല. സണ്ണി, നീ ഇത് എന്തായി ചെയ്യുന്നേ? നിങ്ങളെല്ലാം കൂടി ചേർന്ന് എന്നെ പറ്റിക്കാൻ നോക്കിയതാണല്ലേ? ഫുട്ബോൾ വേറെ എവിടെയാ ഉള്ളത്? ഇവിടെ എങ്ങും കാണാനില്ല. ഫുട്ബോൾ ദാ ഇവിടെ ഉണ്ട്. നീ എവിടെ പോയി അന്വേഷിച്ചത്? റൂം ആകെ വൃത്തികേടാക്കി. കൂട്ടുകാരെ, ഇവിടെ എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട്. കൊച്ചലിയ, അതിന് നമ്മൾ ഫുട്ബോൾ കളി തുടങ്ങിയില്ലല്ലോ. എങ്കിലും കള്ളക്കളി കളിക്കാൻ പറ്റൂ? സത്യം പറ സണ്ണി, നീ എന്താ നോക്കിയത്? അതേതാണ് വൈരം? ഏത് വൈരമെന്നോ? കിട്ടി ഹണി കൊടുത്തില്ലേ, അത് തന്നെയാണ്. എനിക്ക് എന്തായാലും അത് വേണം. കാരണം അത് ഇടാനുള്ള അർഹത എനിക്ക് മാത്രമേ ഉള്ളൂ. കാരണം കിട്ടി എന്റെ ഫ്രണ്ടാണ്. നീ എന്നെ ഇപ്പൊ എന്തൊക്കെ ചെയ്താലും ആ വൈരം പെട്ടിക്കകത്തുണ്ടെന്നുള്ള കാര്യം എന്നെ കൊന്നാലും ഞാൻ പറയില്ല. അത് ശരി, പെട്ടിയിലോ? കൊച്ചളിയ, അവനെ പെട്ടിയെടുക്കാതെ നോക്കണം. അത് വളരെ വിലപിടിപ്പുള്ള വൈരമാണ്. കാരണം അത് എനിക്ക് കിട്ടി തന്നതാണ്. നീ നിക്കവിടെ. എടാ, ഈ വൈരംഗം മറന്നു കളഞ്ഞേക്ക്. ഇനി ഇത് എനിക്ക് സ്വന്തമാണ്. എനിക്ക് കിട്ടിയ വൈരം നീ തട്ടിയെടുക്കാൻ നോക്കുന്നോ? ഞാൻ ആരെന്ന് നിനക്ക് ഇപ്പൊ കാണിച്ചുതരാം. എടാ, വൈരം എവിടെന്ന് പറയടാ. ഇതാണ് എനിക്ക് കിട്ടി സമ്മാനമായിട്ട് തന്ന വൈരം. ഞാൻ ഈ പാവയുടെ കാര്യമാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നിനക്ക് കിട്ടി തന്ന വൈരമല്ലേ? ആ വൈരമാണ് എനിക്ക് വേണ്ടത്. എനിക്കത് കിട്ടിയേ മതിയാകൂ. ഈ സണ്ണിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. കിറ്റി തന്ന സമ്മാനം നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനാണ് ഇവൻ വന്നിരിക്കുന്നത്. കണ്ണടച്ചാൽ ഉണ്ടാകും ഒരു കറുപ്പ്. പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയും തണുപ്പ്? എടാ, ആരെങ്കിലും ഒന്ന് കൈയടിക്കടാ. ഓ, തണുപ്പ് പറഞ്ഞാൽ കൈയടിക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊരു തണുപ്പാണത്. ഓ, എന്റെ പഴയ വീട്ടിലുണ്ട് മൈന. മങ്കി ക്യാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ കള്ളനെ പോലെ ഉണ്ട് ഖന്ന. അടികൈ. പക്ഷെ ഇതിടാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. ശരി, എന്തായാലും മാർക്കറ്റിലേക്ക് പോയിട്ട് വന്നേക്കാം. ബില്ലടയ്ക്കാത്തത് കൊണ്ട് വീട്ടിലെ കറണ്ട് കട്ടായി. ഞാനിട്ടിരുന്ന മങ്കി ക്യാപ്പ് എവിടെ പോയി? അടികൈ. ഞാൻ അടിച്ചു പൊളിക്കും, വാഴപ്പഴം കഴിക്കും. എന്റെ അടുത്ത് വിളച്ചിൽ വേണ്ട. വിളച്ചിൽ കാണിച്ചാൽ ഞാൻ വിളവെടുക്കും. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ വന്നത് എല്ലാവരുടെ മങ്കി കാപ്പ് മോഷ്ടിക്കാനാണ്. കാരണം മങ്കി കാപ്പ് ഇടേണ്ടത് മങ്കി മാത്രമാണ്. ഈ പട്ടണത്തിലെ മങ്കി കാപ്പ് മുഴുവൻ ഞാൻ ഇല്ലാതാക്കും. എടാ, വല്ലാതെ തണുക്കുന്നടാ. അടിപൊളിയായിട്ടുണ്ട്. എടാ, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ തണുപ്പിനെ മാറ്റാണ്. എടാ, അങ്ങനെ ചെയ്തെന്ന് വെച്ച് തണുപ്പ് മാറാൻ പോകുന്നില്ല. പക്ഷെ ഖന്നാസാറിനോട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടുന്ന് പോകും. അതുപോലെ തന്നെ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് പോകുമല്ലോ. എടാ തണുപ്പേ, മര്യാദക്കൊന്ന് പോവാൻ നോക്കേ.
നീ എന്താണ് ഈ കാണിച്ചത്? ഓഹോ, നീ എന്തിനാ പോപ്പട്ട് ഈ തണുപ്പത്ത് കുളിക്കാൻ പോയത്? അഥവാ കുളിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ബാത്റൂമിൽ കുളിച്ചാ പോരായിരുന്നോ? ഇവിടെ ഹാളിൽ നിന്ന് കുളിക്കണമായിരുന്നു പോപ്പട്ട്. ഞാൻ തലയൊന്നും തോർത്തിയതല്ല മാഡം. ഈ മരക്കഴുത എന്റെ തലയിൽ വെള്ളം കോരി ഒഴിച്ചതാ. സോറി പോപ്പട്ടെ. ഇത്രയും വലിയ തണുപ്പിൽ ഇവൻ എന്റെ തലയിൽ വെള്ളം കോരി ഒഴിച്ചു. ഞാൻ നനഞ്ഞെന്ന് മാത്രമല്ല, എന്റെ മങ്കി ക്യാപ്പ് നനഞ്ഞു പോയി. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിൽ ഒരൊറ്റ മങ്കി ക്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി പോപ്പട്ടെ, നിനക്ക് മഫ്ലർ ഉണ്ടല്ലോ, വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടുണ്ടെന്നാ നീ പറയുന്നേ? ഇതെന്തൊരു വലിയ മഫ്ലറാ. ആരെങ്കിലും കണ്ടാലേ ഞാൻ സാരി ഉടുത്താണെന്നേ പറയുള്ളൂ. ഓഹോ, ഈ പോപ്പട്ടിന് പറ്റിയ ഒരു മങ്കി ക്യാപ്പ് വേണം. കൊള്ളാലോ, ഇവനൊരു ബുദ്ധിയുള്ള മങ്കി തന്നെയാണല്ലോ. എടാ എടാ മങ്കി, എന്റെ ക്യാപ്പ് തിരിച്ചാടാ. കളി എന്റെ അടുത്ത് വേണ്ട, കളി ഞാൻ പഠിപ്പിക്കും. ആരെന്തെടുത്തെറിഞ്ഞാലും ശരി, അതെനിക്ക് മാത്രം സ്വന്തം. ഇനി മങ്കി ക്യാപ്പ് എനിക്ക് മാത്രം സ്വന്തം. നിക്കണോടെ. ഏയ്, എന്റെ മങ്കി ക്യാപ്പ് മോഷ്ടിച്ചു. കുളിക്കണമെങ്കിൽ വേണം നല്ല സോപ്പ്. ഇത് എന്റേതാണ് ഈ മങ്കി ക്യാപ്പ്. അടികൈ. രാത്രി പറമ്പിൽ നടക്കുമ്പോൾ ഞാൻ പേടിച്ചു. ഒരു മങ്കി വന്ന് എന്റെ മങ്കി ക്യാപ്പ് മോഷ്ടിച്ചു. അടികൈ. ഇവിടെ നിക്കട അവിടെ. താങ്ക് യു മാഡം. മാഡം എനിക്ക് മങ്കി ക്യാപ്പ് വാങ്ങി തന്നതിന്. ഓഹോ, ഇതിൽ താങ്ക് യുവിന്റെ ആവശ്യം എന്താണ്? മാഡം വളരെ നല്ലവളാണ്. കാരണം എന്തെന്ന് വെച്ചാൽ മാഡം ഞങ്ങളുടെ കാര്യങ്ങൾ വളരെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല കന്ന സാറേ, നിങ്ങളായിരുന്നോ? പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാ മങ്കിക്കാപ്പ് ഇടാണ്ടിരിക്കുന്നത്? ഒരുപാട് ചുമടെടുക്കും ഡോങ്കി. എന്റെ മങ്കി ക്യാപ്പ് കൊണ്ടുപോയി ഒരു മങ്കി. അടികൈ. ആ, ഖന്ന സാർ, മങ്കി ആയാൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ തീർച്ചയായിട്ടും എടുത്തോണ്ട് പോകും. ഖന്ന സാർ വേറൊരു മങ്കി ക്യാപ്പ് വാങ്ങിക്കൂ. എന്റെ പൊന്നു മാഡം, ഞാൻ ഇതിന്ന് വാങ്ങിക്കുന്ന രണ്ടാമത്തെ മങ്കി ക്യാപ്പാണ്. അവൻ മോഷ്ടിക്കുന്നത് എന്റേത് മാത്രമല്ല, മറ്റുള്ളവരുടെ മങ്കി ക്യാപ്പ് മോഷ്ടിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, കന്നാ സാർ പറഞ്ഞ സത്യമാ. ജയിക്കാൻ വേണ്ടിയാണ് എല്ലാവരും മത്സരത്തിൽ ഓടുന്നത്. ഇതാണ് ആ മങ്കി. ഇവനാണ് എല്ലാവരും മങ്കി ക്യാപ്പ് മോഷ്ടിക്കുന്നത്. അടികൈ. എടാ, നീ എല്ലാവരുടെയും മങ്കി ക്യാപ്പ് എന്തിനാ മോഷ്ടിക്കുന്നത്? കറുത്ത കോഴി ഒരിക്കലും കറുത്ത മുട്ടയിടില്ല. ഉയരത്തിൽ പറന്നാലും പക്ഷിക്ക് വിയർക്കില്ല. മോനെ, മങ്കി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മാത്രമാണ്. മനസ്സിലായ? എടാ, അവൻ ചാടി പോവാണ്. അവൻ എങ്ങനെ പിടിക്കാൻ കഴിയാ? പോപ്പട്ടെ, നീ വേഗം അവന്റെ പുറകെ പോ. ഞങ്ങളതാ കൂടെ എത്തി. ഐഡിയ. അയ്യോ എന്റെ അമ്മേ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട മങ്കിച്ചേട്ടാ. മങ്കിക്കപ്പ് വേണമെങ്കിൽ കൊണ്ടുപോക്കോ, പക്ഷെ ദൈവത്തോട് ഇങ്ങനെ വെള്ളം ഒഴിക്കരുത്. ഏയ്, എങ്ങോട്ടാ നീ ഓടുന്നത്? കുരങ്ങെന്താ അവിടെയല്ലേ ഉള്ളത്? ഓടിക്കോ, ഓടിക്കോ. അവന്റെ കയ്യില് വെള്ളത്തിന്റെ ബോട്ടിലുണ്ട്. ഓടിക്കോ. തയ്യാറാണോ കൂട്ടുകാരെ? മാഡം, വെള്ളം വേഗം ഓൺ ചെയ്യ.
എന്റെ അമ്മോ, ഈ വെള്ളത്തിന്റെ ഫോഴ്സ് വളരെ കൂടുതലാണ്. മേഡം പെട്ടെന്ന് വെള്ളത്തിന്റെ ഫോഴ്സ് ഒന്ന് കുറയ്ക്ക്. എടാ ഫോഴ്സ് കുറയ്ക്കാനുള്ള ബട്ടൺ ഒന്നും ഇതിനകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. യാ. ആ.